ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ആൻസി. ഞാൻ വീക്കാൻ അക്കാദമിയിൽ DME ബാച്ച് സ്റ്റുഡൻ്റാണ് ആയിരുന്നു. ട്രിവാൻഡ്രത്ത് തന്നെയാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആര്യ വഴിയാണ് ഞാൻ സാറിൻ്റെ അക്കാദമിയിലോട്ടുള്ള റെഫറൻസ് കിട്ടുന്നത്. ഞാനല്ലാതെ 1-2 വീഡിയോസ് സാറിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് ആര്യയിൽ കൂടെ കിട്ടിയൊരു പോസിറ്റീവ് റീഅഷ്വറൻസും സാറിൻ്റെ ക്ലാസ്സും കൂടെ കേട്ടപ്പോഴാണ് കുറച്ചുകൂടെ എനിക്ക് ആ ഒരു അക്കാദമി അപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ നമ്മുടെ ഒരു ബെസ്റ്റായിട്ടുള്ള ഒരാൾ പറയുമ്പോൾ നമുക്കൊരിക്കലും നെഗറ്റീവിനായിരിക്കില്ലല്ലോ. അപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ അവൾ പറഞ്ഞതിലൂടെയാണ് ഞാൻ സാറിന് കുറച്ചുകൂടെ ഒന്ന് ക്ലാസ്സുകൾ മനസ്സിരുത്തി ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എൻ്റെ ഒരു ലെവൽ ഓഫ് നോളജിന് അത് പറ്റും എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സാറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഏറ്റവും സിമ്പിളായിട്ടാണ് പറഞ്ഞു തരിക. നമുക്ക് റിപ്പീറ്റഡായിട്ട് പറഞ്ഞു തരും. എത്ര സമയം വേണമെങ്കിലും, മോർണിംഗ് ടു ഈവനിങ്, നൈറ്റ് ആണെങ്കിലും, ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിലൊക്കെ 24 hours സാർ തന്നെ പറയും ഞാൻ അവൈലബിളാണ്, 24/7 ഞാൻ അവൈലബിളാണ്. പിന്നെ ഭയങ്കര റീഅഷ്വറൻസാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. നമുക്ക് പഠിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സാർ അതിൻ്റെ പോസിറ്റീവായിട്ട് നമുക്ക് നിങ്ങളിങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അരമണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു റീഅഷ്വറൻസ് ഉണ്ട്. അപ്പോൾ നല്ല ക്ലാസ് തന്നെയാണ്. നമുക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ, എഡ്യൂക്കേഷൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ എക്സാം ഇപ്പോഴും എനിക്ക് ഒരുപാട് കറക്ഷൻസ് വന്നു. നെഗറ്റീവിൽ ഞാൻ ഇച്ചിരി മാർക്ക് ഞാൻ നേരത്തേനേക്കാളും എനിക്ക് കുറച്ചുകൂടെ എഴുതാൻ പറ്റി. പക്ഷേ നെഗറ്റീവിൽ ഇച്ചിരി ഒരു പ്രയാസം വന്നിട്ടുണ്ട്. എന്നാൽ തന്നെയും സാറിൻ്റെ ക്ലാസ്സിൽ വെച്ചിട്ട് ലാസ്റ്റൊക്കെ ഞാൻ അഡ്മിനിസ്ട്രേഷനൊക്കെ റിപ്പീറ്റഡായിട്ട് റിസർച്ചൊക്കെ നോക്കിയതിൻ്റെ ബേസ് ചെയ്ത് എനിക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഞാൻ ഇനി എപ്പോഴും എക്സാം വരുന്നതിന് തൊട്ട് മുമ്പെയാണ് ഞാൻ എപ്പോഴും പഠിക്കാനായിട്ട് ഞാൻ കയറുക, അപ്പോൾ പഠിക്കാൻ തുടങ്ങുക. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് അങ്ങോട്ട് പഠിക്കാമായിരുന്നല്ലോ, എക്സാമിൻ്റെ തലേദിവസം നോക്കാതെ ഈ എക്സാമിൻ്റെ കൂടെ തന്നെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ടച്ച് വിടാതെ അടുത്ത എക്സാമിനും പ്രിപ്പയർ ചെയ്യാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാർ അപ്പോഴാണ് അറിയുന്നത് അടുത്ത ക്ലാസ് തുടങ്ങുന്നുണ്ട് എന്നുള്ളത്. ഞാനും അതിനിപ്പോൾ ജോയിനാണ്, അടുത്ത DHS എക്സാമിന് തന്നെ ജോയിനാണ്. അപ്പോൾ എന്താ പറയുക, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ സാറ് നല്ല രീതിയിൽ നമുക്ക് എഫേർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ ഒരു സജഷനായിട്ട് എനിക്ക് സാറിനോട് പറയാനുള്ള ഒരു ആഗ്രഹം, ഇടയ്ക്കിടയ്ക്ക് ഒരു വീക്ക്ലിയോ ഒരു മന്ത്ലിയോ ഒരു എക്സാം ബേസ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് എൻ്റെ ഒരു സജഷനാണ് പറയുന്നത്. ഇനി സാറിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, സാറിന് ക്ലാസ് തിരക്കെല്ലാം ഉണ്ട്, അപ്പോൾ അത് ബേസ് ചെയ്ത് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇടയ്ക്കൊരു ഒരു എക്സാം ഇങ്ങനെ കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ, ഒരു ടെസ്റ്റ് പേപ്പർ പോലെയൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു റിപ്പീറ്റേഷൻ കിട്ടുമായിരിക്കും. അപ്പം സാറും ഏറ്റവും പറഞ്ഞിട്ടുള്ളത് റിപ്പീറ്റേഷൻ വേണം എന്നുള്ളതാണ്. കാണാൻ പഠിക്കല്ല, റിപ്പീറ്റേഷൻ. അത് തന്നെയാണ് ശരിക്കും. നമ്മൾ എത്രത്തോളം വായിക്കുമോ അത്രയും നമുക്കൊരു ക്യാപ്ചർ ചെയ്യും. എവിടെയെങ്കിലും ആ പോയിൻ്റ് ഉണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് ഒരു നമുക്കൊരു അഷ്വർ കിട്ടും. അവിടെ ഞാൻ വായിച്ചിരുന്നല്ലോ ഈ ഏരിയയിലാണല്ലോ എന്നുള്ള. മറ്റേ നമ്മൾ ആ ഒരു ഏരിയ കണ്ടിട്ടേ ഇല്ലാത്ത രീതിയിലാണ് എനിക്കെപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം സാറിൻ്റെ ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിൽ എനിക്കൊരു നഷ്ടവും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സാറിൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഈ ക്ലാസ്സിന് അപ്രോച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പേഴ്സണലി ഞാൻ റെഫർ ചെയ്യുന്ന ഒരു അക്കാദമിയാണ് വീക്കാൻ അക്കാദമി. അപ്പോൾ വീക്കാൻ അക്കാദമിക്ക് സുരേഷ് സാറിനും എല്ലാവിധമായിട്ടുള്ള എന്താ പറയുക ആശംസകളും, നമ്മൾ സ്റ്റുഡൻറ്റ് ബേസ് ചെയ്ത് ഇത്രത്തോളം സാർ എഫേർട്ട് എടുക്കുന്നതിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേരുന്നു. സുരേഷ് സാറിനും ഒത്തിരി താങ്ക് യു സർ.